പത്തനംതിട്ടക്കാരിലെ ഒരു ഏറെ പരിചിതമായ ഒരു മേൽവിലാസം പത്തനംതിട്ട ജില്ലക്കാർക്കൊക്കെ ഏകദേശം അറിയുന്നവർ ആയിരിക്കും. അത് ആ മേൽവിലാസം ഇപ്പോൾ ഒരു ചരിത്രം ആകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് കത്തോലിക്കേറ്റ് കോളേജിനുള്ളിൽ പ്രവർത്തിച്ചിരുന്ന മാക്കാൻകുന്ന് പോസ്റ്റ് ഓഫീസ് എന്നേക്കുമായി പൂട്ടുവീഴുകയാണ്. 2 കിലോമീറ്റർ മാത്രം ദൂരത്തിലുള്ള ഹെഡ് ഓഫീസിലേക്ക് ഈ പോസ്റ്റ് ഓഫീസ് ലയിപ്പിക്കുകയാണ്. അപ്പോൾ പത്തനംതിട്ടയിലെ ജനകീയ പോസ്റ്റ് ഓഫീസിനുള്ളിൽ ഒന്നിനാണ് ഇപ്പോൾ ഇങ്ങനെ പൂട്ടുവീണിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ആളുകൾക്ക് ഒരുപാട് ഇപ്പോൾ പോസ്റ്റ് ഓഫീസിലേക്ക് പോയി കത്തയക്കുന്നവരുടെയൊക്കെ എണ്ണമൊക്കെ വളരെ കുറവാണ്, ഉണ്ടോ എന്ന് തന്നെ അറിയില്ല. എങ്കിലും പഴയ ആളുകൾക്ക് ഒരുപാട് ചേർന്ന് നിൽക്കുന്ന ഒരു അഡ്രസ്സാണ്, അതാണ് ഇല്ലാതാവുന്നത്. പത്തനംതിട്ട ടൗണിൽ നിന്ന് 2 കിലോമീറ്റർ അകലെ കാതോലിക്കേറ്റ് കോളേജിനുള്ളിലെ ഒരു ചെറിയ മുറിക്കുള്ളിൽ പ്രവർത്തിച്ചിരുന്ന പോസ്റ്റ് ഓഫീസാണ് മാക്കാൻകുന്ന് PO. ഇവിടേക്കിനി കത്തുകൾ എത്തില്ല. പലരുടെയും മേൽവിലാസമായിരുന്നു. പെൻഷൻ പണത്തിനും സമ്പാദ്യങ്ങൾക്കുമൊക്കെയായി ഇവിടേക്ക് എത്തിയിരുന്നവരും ഇനി നഗരത്തിന്റെ തിരക്കിലേക്ക് കടന്നു ചെല്ലണം. നാലു പതിറ്റാണ്ട് നീണ്ടുനിന്ന സേവനങ്ങൾക്കൊടുവിൽ പത്തനംതിട്ട ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാക്കാൻകുന്നിനെ ലയിപ്പിച്ചു. സംസ്ഥാനത്തെ C ക്ലാസ് പോസ്റ്റ് ഓഫീസുകളിൽ ഉയർന്ന തപാൽ ഇടപാടുകളും സാമ്പത്തിക ഇടപാടുകളും നടത്തിയിരുന്ന സ്ഥാപനമാണ് മാക്കാൻകുന്നിലെ ഈ പോസ്റ്റ് ഓഫീസ്. കോളേജിലെ വിദ്യാർത്ഥികളും അധ്യാപകരും തപാൽ ആവശ്യങ്ങൾക്ക് പോസ്റ്റ് ഓഫീസിനെ ആശ്രയിച്ചിരുന്നു. ചുവന്ന ലെറ്റർ ബോക്സിനി മാക്കാൻകുന്നിലില്ല. ഒരു തലമുറയുടെ മേൽവിലാസം ഇനി ഓർമ്മ മാത്രം. സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം നിതിൻ തോമസ്, മാക്കാൻകുന്ന് PO 689 645 പത്തനംതിട്ട.